എടാ നിങ്ങള് രണ്ടുപേരും കണ്ടല്ലേ മധുര 17 പോലെ പാത്തു എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ വൈറൽ പാത്തു എത്തിയിരിക്കുകയാണ്. ഇവൻ ഞങ്ങളോട് പറഞ്ഞു രാകേഷ് ചേട്ടന് എമിനേച്ചി വന്നു. ഐ വിൽ മിസ് യു യുവ ദീദി, ഐ വിൽ മിസ് യു അജയ് അങ്കിൾ. ഒരു കാര്യം പറയാനുള്ളൂ. അയ്യോ അവസാന സമയമുണ്ട് യാത്ര പറഞ്ഞു. ഇപ്പൊ പറയാം ഒന്ന് പോയി തരൂ. ക്യാമറ ഓഫ് പറഞ്ഞു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ദുബായ് സീരീസിന്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് ആയിരിക്കും. അതെ, ഇത് നമ്മുടെ ഓൾമോസ്റ്റ് ഫെയർവെൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം. അതെ, നമ്മുടെ ഈ പ്രാവശ്യം വന്നപ്പോ ഫസ്റ്റ് വിന്നിയുടെയും ഷറഫ്കയുടെ അടുത്താ വന്നേ. അതുപോലെ തന്നെ ഇവിടുന്ന് അവസാനിപ്പിച്ച് പോണു. അതെ, അപ്പൊ നമ്മൾ വിന്നിയുടെയും ഷറഫിന്റെയും ഈ വർഷത്തെ അതെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലേ കോമ. ഓക്കെ, നമ്മളുടെ വിന്നിയുടെയും സർഫിന്റെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്ന് വിന്നിയാണ് നമുക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഭക്ഷണേ അവരുണ്ടാക്കിയിട്ടുള്ളൂ. അതിപ്പോ കാണിച്ചു തരാം. അപ്പൊ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഇന്ന് വരും. അവരോടൊക്കെ നമ്മൾ ഇന്ന് യാത്ര പറയും. അവരെല്ലാരും ഒരുമിച്ച് കാണുന്ന ലാസ്റ്റ് ഡേ മിക്കവാറും ഇന്നായിരിക്കും. അപ്പൊ സർഫ് ചുമരൊക്കെ ചാരി ഇന്ന് കരയണു. വയ്യ, വിന്നിതെ തലതല്ലി കരയുന്നുണ്ട് നമ്മൾ പോണേന്റെ ആഘാതത്തിൽ. അപ്പൊ ഇന്നത്തെ ഒരു ഫെയർവെൽ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇത് പരമാവധി എഡിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് അപ്പൊ ആ പണി കുറഞ്ഞു കിട്ടിയില്ലോന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്. വിന്നി ദീദി ഇവിടെ ഇരിപ്പുണ്ട്. വിന്നി ദീദിക്ക് താങ്ങും തണലുമായ സറഫ് കാക്ക ഇവിടെ കണ്ടോ. മനസ്സുകൊണ്ട് ഇവരുടെ പൊരുത്തം കാണിക്കാൻ വിന്നിയുടെ ഡ്രസ് ചൊമ്പ, സറഫിന്റെ പാന്റ് ചൊമ്പ. ഷടി അതിട്ടിട്ടില്ല. ഓക്കെ, വിന്നി ദീദി ഇവിടെ പലഹാരങ്ങൾ അല്ല നമുക്ക് വേണ്ടി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷെ വിന്നി ദീദിയുടെ ഫേവറേറ്റ് ബ്രിട്ടാനിയ ബിസ്ക്കറ്റും ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ. എന്തല്ല ഇന്ന് എന്തൊക്കെയാ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ വിന്നി ദീദി? എടാ സർഫ നീ ഉണ്ട് കേട്ടോ ഫ്രെയിമില്. എടാ നിങ്ങള് രണ്ടുപേരും കണ്ടല്ലേ മധുര 17 പോലെ. അതെ, എടാ നിങ്ങൾ ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും. മറ്റേ സാധനം കൊടുക്കാം, കണ്ണ് തട്ടാതിരിക്കാനുള്ള ബിംബം ബ്ലോങ്. പറയൂ ഇന്ന് എന്തൊക്കെയാ? ആദ്യം സർഫിക്കയുടെ സഹായങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത് പരിപാടിയിൽ? ചെറിയുള്ളി നന്നാക്കിയിരുന്നു, സവാള അരിഞ്ഞു, ഉരുളി കഴുകി തന്നു, പിന്നെ കട്ടക്ക് കൂടെ നിന്നു. അതന്നെ കൂടെ അവിടെ ഫുൾ ടൈം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും വേണോ, വെള്ളം വേണോ അങ്ങനെയൊക്കെ ഇത് ഭയങ്കര സ്നേഹമായിരുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് സാധനങ്ങളുള്ളൂ. എന്തൊക്കെയാന്ന് പറഞ്ഞ കേക്കട്ടെ. ചിക്കൻ സ്റ്റ്യൂ, ചെമ്മീൻ മാങ്ങാക്കറി, പിന്നെ ചിക്കൻ കറി, പിന്നെ ഇതെന്താ പാൽക്കുഞ്ച്, പിന്നെ അപ്പവും ചപ്പാത്തി. വിന്നി സാധാരണ ഇങ്ങനെ പറയുമ്പോ ഞാൻ കറിയുടെ ഐറ്റംസ് ആയിരിക്കും കാണിക്കാം. ഇത് വിന്നി ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് പറഞ്ഞോണ്ടേ ക്യാമറ മാറ്റാൻ തോന്നുന്നില്ല. ഞാനൊക്കെ നിൽക്കുന്ന മാങ്ങ, ചോറ്, ചട്ടി, തേങ്ങ എന്നൊക്കെ പറയുമ്പോ അയച്ചാൽ അതിങ്ങനെ എന്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഈ സാധനങ്ങളായിരിക്കും കാണിക്കുക. ഇത് അതൊന്നുമില്ല വിന്നിയുടെ മുഖം. ഒരു പുസ്തകം വായിക്കുന്ന ഫീലിലാണ് വിന്നി സംഭവങ്ങളുടെ പേര് പറഞ്ഞത്. സർപ്പ ഇനി ആരൊക്കെയാടാ വരാനുള്ളത്? ഇനി ആരൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റിംഗ്? ഇനി കാക്ക വരാണ്ട്. ഏത് കാക്ക? പിന്നെ രാക്കുബ്രോ, രാക്കുബോ ആൻഡ് ഫാമിലി, സെമിൽ കക്ക ആൻഡ് ഫാമിലി. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ അവര് വന്നിട്ട് ബാക്കി വിശേഷം ഇനി അവര് വന്നിട്ട് ബാക്കി വിശേഷം കാണാം ഗൈസ്. എല്ലാം ഓക്കെ. പാത്ത് കൊറേ സാധനങ്ങളൊക്കെ പാത്തു എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ വൈറൽ പാത്തു എത്തിയിരിക്കുകയാണ്. ലൈവിന് ശേഷം ഇപ്പൊ വൈറൽ പാത്തു എന്താ കൊണ്ടുവന്നിരിക്കണേ കാണിക്കുന്ന നമ്മുടെ ഓഡിയൻസിന്? പുഡിംഗ്. പക്ഷെ ഇപ്പൊ കാണാൻ രസമില്ല, വണ്ടിയിൽ നല്ലോണം അലിഞ്ഞ്. എന്ത് പുഡിംഗ് ആണ്? അറേബ്യൻ പുഡിംഗ്. ഓ മൈ ഗോഡ്, ദുബായിൽ വന്നിട്ട് അറേബ്യൻ പുഡിംഗ് നമ്മൾ തകർക്കും. ഇസ ഇവിടെ വന്നിട്ടുണ്ട്. ഇസ നമുക്ക് 2 ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പോണേന്റെ സന്തോഷകരം അല്ല സങ്കടത്തിന്റെ പുറത്ത് ഒരു ഫെയർവെൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്.
ഐ വിൽ മിസ് യു യുവദീദി, ഐ വിൽ മിസ് യു അജയ് അങ്കിൾ. അപ്പൊ ഇസക്കി വീഡിയോയില് പറയടി, ഇസക്കി വീഡിയോ വരാൻ താല്പര്യമുണ്ടോ? ഇല്ല. സൗണ്ട് കേട്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം എന്തൊക്കെയാന്ന്. അതിനു മുമ്പ് മിസ്റ്റർ അജയ് അങ്കിളുടെ ഫസ്റ്റ് നോക്കിയാലോ? അതിനു മുമ്പ് സമീലിക്ക് ഉണ്ട്. അജയ് അങ്കിൾ ഓപ്പൺ ചെയ്യും, നീ ഓപ്പൺ ചെയ്യും. ഞാൻ എന്റെ സമീലിക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഫെയർവെൽ വീഡിയോ അല്ലേ? ഒരു കാര്യം പറയാനുള്ളൂ. അയ്യോ പറയാ, അവസാന സമയമുണ്ട് യാത്ര ഇപ്പൊ പറയാം. ഒന്ന് പോയി തരൂ. സമീലിക്കനെ ഇപ്പൊ പോയി തരുള്ള സമീലിക്കനെ വെക്കണം. സമീലിക്ക് നിങ്ങൾ ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പൊ ഡെയിലി കുളിക്കാറുണ്ട്. ഓ അതാണ് ലൈവില് കൊറേ ആൾക്കാര് പറഞ്ഞ്, ഒരാള് പറഞ്ഞു സെറ്റോക്സ് ഭയങ്കര ജാട, അവേ അജയ് ഇവ സിമ്പിൾ ആൻഡ് ഹംബിൾ. അങ്ങനെ പറയല്ലേ, അത് ആക്ടിങ് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആ ലൈവ് ഡിലീറ്റ് ആക്കില്ല. അപ്പൊ സമീലിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പത്തു വിന്നി ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് കണ്ടിട്ട് എന്താ പറയാനുള്ളത്? അപ്പലാക്കുന്നുണ്ട്. അപ്പം മാത്രല്ല, ഇവിടെ പാൽക്കൊഞ്ചൊക്കെ ഉണ്ട്. ചിക്കൻ ഞാനിങ്ങനെ എപ്പാ കഴിക്കാന്ന് ഇങ്ങനെ ആലോചിക്കാണ്. ഇതാ കൊഞ്ചിന്റെ എന്തോ ഒരു സംഭവം. ഇതെന്താ? ഫ്രൂട്ട് ബാസ്കറ്റ്. ഇത് ചിക്കൻ ഇഷ്ടം. ഇതോ? ഇത് ചിക്കൻ കറി, അല്ല മീൻ കറി. ചിക്കൻ കറി, ഇത് മീൻ കറി. ചട്ടിയില് മീൻകറി ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് വെറും ചിക്കൻ കറി അല്ല, ഇത് തവാ ചിക്കൻ കറിയാണ്. ബ്രെഡ് എന്തിനാ വെച്ചേ? അത് തികഞ്ഞില്ല. നല്ല മണം വരുന്നുണ്ട്, പൂട്ട് മണം അങ്ങനെ ഉള്ളിൽ നിന്നോട്ട്. അതെ, ഇത് വന്നിട്ട് വിന്നിയുടെ സ്പെഷ്യൽ ഫ്രൂട്ട് ബൗൾ. ഇത് കട്ട് ചെയ്തതൊക്കെ ഇവയാട്ടോ. നല്ല ഞാൻ ഉണ്ടാക്കിയില്ലേ അവിടെ. പിന്നെ ഇത് ഗസ്റ്റ് ഒക്കെ വന്നിരിക്കണു. അടുക്കളയിൽ അകത്തേക്ക് പോയോ, അരങ്ങത്തേക്ക്. ആദ്യ ചേട്ടൻ അപ്പം ഉണ്ടാക്കണ്ടേ? എടാ ഇവ ഗിഫ്റ്റ് തുറക്കും ബാബ. അപ്പൊ നമ്മൾ അടുത്തതായി ഇസാ ദീദി തന്ന നമ്മുടെ ഗിഫ്റ്റുകൾ അൺബോക്സിംഗ് ആണ്. അപ്പൊ എന്റെ ഞാൻ ചെയ്യാം, അജയങ്ങൾ ചെയ്യുന്നോളെ പറഞ്ഞേക്കണേ. ആണോ? നല്ല രസമില്ല, എല്ലാ സൈഡിൽ കൂടെ കാറ്റ് വരും. ആ സൈഡ് കടച്ചു വെക്കി. അല്ല എന്തോ താർപ്പായിട്ട് ഇട്ടോണ്ട്. ഇസാ ദീദിയുടെ ഗിഫ്റ്റ് ആണ്. സുഖമുണ്ട്. എന്താ പത്തു? അത് ഇടാൻ നല്ല സുഖം ഉണ്ടാവും. ഞങ്ങളൊക്കെ ഇങ്ങനെ ലൂസിന്റെ ആൾക്കാരാണ്. അരപ്പിരി ഫുൾപ്പിരി ലൂസ്. അതെ, 2-3 രാത്രിയാകുമ്പോ ഞാൻ കയറും അതില്. അല്ലേ? എന്ത് കാര്യം? നീ പറയണ്ടിരിക്കും. എന്ത് കാര്യം? മൂഡ് അങ്ങോട്ട് പോയേ. ചോക്ലേറ്റ്സ്. വീണ്ടും ചോക്ലേറ്റ്സ്. ഇസാ ദീദി, താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. അല്ല, ഡ്രൈ വൈപ്സ്. മറ്റേ ഇത് ടിഷ്യൂ. നമുക്ക് ഇങ്ങനെ പേഴ്സിലൊക്കെ ഇങ്ങനെ ഹാൻഡി ആയിട്ട് ക്യാരി ചെയ്യാം. ഉണ്ടാക്കിയത് ആരൊന്നും ചെയ്തിട്ടില്ല. സംഭവം ഇസാ ദീദി അവളൊറ്റക്ക് ചെയ്തതാ. പെർഫ്യൂം ലാസ്റ്റ് മിനിറ്റ്. ഇല്ല, അന്നെ കാണിക്കില്ല. ഉമ്മ വരുള്ളൂ. അവളൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ പീസെല്ലാം മുറിച്ചിട്ട് അതിനുള്ളിൽ. അല്ല, നിന്റെ സാധനം വെച്ചിട്ട് സെൽഫ് കെയർ, മറ്റെന്താ ഫ്ലോസും ഇയർബഡ്സും. ഇതിന് ഹാൻഡ് ക്രീം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, ഇനി ഇസാ ദീദി എനിക്ക് തന്ന എന്റെ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സിംഗ് ആണ്. ഈ പരിപാടി കൊള്ളാം, എല്ലാ വർഷവും നല്ലതാണ്. ഓ, ആണെങ്കിൽ ഇത് തിരിച്ചാ സൂം ആ വൈഡും ആവട്ടോ. അതെയല്ലേ? ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. എടാ ഇവ ഐ വിൽ മിസ് യു അജയ് അങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇസാ ദീദിയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ്. സത്യം. ആദ്യം തന്നെ ഒരു അങ്കിൾ ബിയർ ടിഷ്യൂസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് വെറ്റ് ടിഷ്യൂസ് വേറെ തന്നിട്ടുണ്ട്. എന്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഇസേഡോഗ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ഉണ്ട്. അതുകൂടാതെ അത്തറുണ്ട് ഗൈസ്. അത്തർ വന്നിട്ടുണ്ട്, അല്ല സ്പ്രേ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബോക്സ് കൂടി ഉണ്ട്. ഇത് എനിക്കും ഇവയ്ക്കും കൂടിയുള്ള ഈസയുടെ സ്പെഷ്യൽ ബോക്സ് ആണ്. പല്ലുകുത്തി ഉണ്ട് ഗൈസ് എനിക്ക്. പിന്നെ ചെവി ബഡും ഉണ്ട്. ഇത് രണ്ടും ഇവള് കണ്ടറിഞ്ഞ് തന്നതാണ്. അതല്ലേ?
ഓ ഓക്കെ ഗൈസ് സെൽഫ് കെയർ അല്ല ഇത് സെൽഫ് കെയർ അല്ല. അല്ല. ഇനിയെങ്കിലും നീയൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ. ഒന്ന് കുളിക്കൂ. താങ്ക് യു താങ്ക് യു സോ മച്ച്. Thank you ടാ. ഈ എഫേർട്ടിനാണ് കൂടുതൽ. മേരി മാർഗരറ്റ് എന്താ പറയാനുള്ള ലിസാനെ കുറിച്ച് 2 വാക്ക്? ഞാൻ എടുത്തോണ്ട് നടന്ന കൊച്ചാ ഈ പീക്കിരിക്കലും കുഞ്ഞുണ്ടായിരുന്നപ്പോ. എല്ലാ സ്വഭാവവും എന്റെ മോക്ക് കിട്ടിയത് എന്താ ചെയ്യാ അല്ലേ? എന്താ നിനക്കൊരു പുച്ഛഭാവം? ഓക്കെ. ഇനി രാകേഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറ. ഇനി നമ്മള് രാകേഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒപ്പം യമുനയ്ക്കും. ഒപ്പം യമുനയ്ക്കും. പൊന്നും. അത് സ്വന്തം പറഞ്ഞ പോലെ. പൊന്നും യാരും പറയടി. ആ പൊന്നുന് യാർ ബേബിക്കും രാകേഷ് ചേട്ടനും യമുനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതെ വെയിറ്റ് ചെയ്യുന്നു. അവർ ഷാർജയ്ക്ക് പോയേക്കാ ഇപ്പൊ വരും. ഇവ പറഞ്ഞ് പറയിപ്പിക്കുന്ന വ്ളോഗിൽ ഓരോന്നും അങ്ങനെ പറ ഇങ്ങനെ പറയാന്ന്. പാവ ഇവിടെ അവസ്ഥ നിങ്ങളുടെ അടുത്ത വ്ളോഗ് എന്നാ? ഒരു വ്ളോഗ് ഇട്ടിട്ട് പോയല്ലോ, ലൈവ് ഇട്ടിട്ട്. എവിടെ? മറ്റന്നാളാ. സെറ്റ്. സർഫ് എന്താണ് റിജോ എന്താണ് കാനഡ ലൈഫിനെ കുറിച്ച് പറയാറ്? റിജോ കാനഡ ലൈഫ് എങ്ങനെ ചോദിച്ചപ്പോ അടിപൊളിയാടാ, എല്ലാം സെറ്റാന്ന് പറഞ്ഞു. എന്താ പരിപാടി ചോദിച്ചപ്പോ മഞ്ഞുകാലത്ത് മഞ്ഞ് വരണം, അല്ലാത്ത സമയത്ത് പുല്ല് വെട്ടണം. റിജോ കമന്റ് ബിലോ. സർഫ് നിന്നെ ട്രോളിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലേ ചിക്കുവിന്റെ വീഡിയോ ഞാൻ ടിക്ടോക്കിൽ കണ്ടിരുന്നു. ആ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തത്. അത് പക്ഷെ ടിക്ടോക്കിൽ കുറെ കാലേ ഞാനിത് എനിക്കിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടേനു. അപ്പൊ എനിക്ക് എന്നോട് ചോദിച്ചു, ഇതൊന്നും ഇവനെന്ത് ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യാത്തത്? ഇവിടെ അല്ലേ പോസ്റ്റ്? റിജോ വ്ളോഗ്സ് ദുബായ് ആയിരുന്നു, ഇപ്പൊ റിജോ വ്ളോഗ്സ് കാനഡയായി. അതെടാ ദുബായ് ആയിരുന്നു. അവന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തോണ്ട് പോയിന്ന്. അതെ സീരിയസ്ലി ടിക്ടോക്കിലെ റിജോയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു ടിക്ടോക്കിലത്തെ. അതാ സ്റ്റീഫനാ. ഇവാവേരിയുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം അതിന്റെ പേരെന്താ പറയാ, അജയ് സ്റ്റീഫൻ വ്ളോഗ്സ്. അതിന് കുറച്ച് ഫോളോവേഴ്സ് കിട്ടി. അപ്പൊ ഞാൻ അതങ്ങോട്ട് എടുത്തു. അവളെ ഞാൻ ഒഴിവാക്കി. ഗൈസ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന രാകേഷ് ചേട്ടന് യമു എത്തി. നല്ല വിശേഷം. അല്ല ഇവൻ ഞങ്ങളോട് പറഞ്ഞു രാകേഷ് ചേട്ടന് യമുനേച്ചി വന്നു. അതല്ല രാകേഷ് ചേട്ടാ, ഞങ്ങള് പോണേക്കാളും മുന്നത്തെ ഉള്ള വീഡിയോ ആയിരിക്കും മിക്കവാറും ഇത്. ആരോ പറയുന്നത് കേട്ടു. ഞങ്ങളുടെ ഫെയർവെല്ല് 2 തുള്ളി കണ്ണീർ യമുനയുടെ വീഴ്ത്തു. ഈ ക്യാമറയിലേക്ക് വീഴ്ത്തു യമുന. ആ സൗണ്ട് ഇട്ടാ മതി. നീ കണ്ട കണ്ണീർ തുള്ളി വീഴുന്ന സൗണ്ട്. അല്ല ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, ഞാൻ നാളെ എൻജോയ് ചെയ്യാണ്, വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഇനി നാട്ടിൽ പോയിട്ടേ വീഡിയോ എടുക്കുന്നു. ഞാൻ ഇവിടെ ഇതെന്താ ഈ ശമ്പള? അല്ല അതിപ്പോ നിർത്തൂല. ഇവൻ ആദ്യം വീശുമ്പോഴേ ഇത് പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. വീട്ടില് ഫുള്ള് കോമഡിയാ ഈ സാധനം. ഞാൻ ഡോർ തുറക്കുമ്പോ ഞാൻ വിചാരിച്ചത് ഏതോ മദാമന്റെ വീടാണ്. അത് തുറന്നാട് ഞാൻ വിചാരിച്ച ഏതോ മദാമന്റെ വീടാണ്. എനിക്ക് നല്ല അടച്ചോട്ടി. മദാമ തന്നെയാ ഞങ്ങളുടെ ഇവിടുത്തെ മദാമ. തൃശ്ശൂർ ജില്ലയിലെ മദാമ. നീ മാറിക്ക്, നിന്നല്ല, തൃശ്ശൂർ ജില്ലയിലെ മദാമ. പിന്നെ ഇവിടെ ഏതൊക്കെയോ സ്ഥലത്ത് ആരൊക്കെയോ തളച്ചിട്ടിട്ടുണ്ട്. അവളെ ഇടയിലിടയിൽ ഇവിടെ ഓജോ ബോർഡ് കളിക്കും. ഓജോ ബോർഡ് കളിക്കും. സത്യാണ്. ഇവരോട് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ചെയ്യണ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ നാണാവില്ല യമുന്. കുറച്ചുണ്ട് വന്ന് ചെയ്യാൻ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മുടെ പാൽക്കൊഞ്ച് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാ വിചാരിച്ചു ഇന്ന് ഇവിടെ വിന്നിയുടെ വക ബൊഫയാണ്. നമുക്ക് ബൊഫേലടാ ബുഫേ. എന്നാലും മറ്റതിനേക്കാളും നല്ലതാ. പറയണ്ട. എന്തായിരുന്നടാ എടാ അജയുടെ സ്പെഷ്യൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു ബൊഫേ അല്ലടാ ബുഫേ. റിസോർട്ട്. ഞാൻ പറഞ്ഞു എന്നാലും റിസോർട്ടിനേക്കാളും ബെറ്റർ ആണ്. എടാ റിസോർട്ട് എന്നല്ല പറയണ്ടേ, റിസോർട്ട്. 6 സൈലന്റ് ആയിരിക്കണം എപ്പോഴും. അല്ലേ? ഇനി തൊട്ട് ഞാൻ അങ്ങനെ പറഞ്ഞോളാം. എനിക്ക് അതിനേക്കാളും എത്രയോ ബെറ്റർ എന്റെ ബൊഫേ. ബൊഫേലടാ വീണ്ടും. അതാ ഞാൻ പറഞ്ഞത്, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് എന്റെ ബൊഫേ. അതുപോലെ നീ സ്കൂളിന് എന്താ പറയാ? ഗൈസ് അപ്പൊ നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ ചിക്കൻ എന്താണത്? ചിക്കൻ സ്റ്റൂ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ചട്ടിയിലത്തെ മീൻകറി ഉണ്ട്.
ഇനി നമ്മുടെ പാൽക്കൊഞ്ച് ഇവിടെ ഉണ്ട്. പാൽക്കൊഞ്ച് യമുന ഇവിടെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പാൽക്കൊഞ്ച് ഉണ്ട്. പിന്നെ വിന്നീയുടെ സ്പെഷ്യൽ അപ്പം ഇവിടെ ഉണ്ട്. ഇത് വന്നിട്ട് വിന്നീയുടെ സ്പെഷ്യൽ ചപ്പാത്തി ഇവിടെ ഉണ്ട്. 17 എണ്ണല്ലേ വിന്നി? കറക്റ്റ് എണ്ണം കൗണ്ട് ചെയ്ത് വിന്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡിന്നർ പരിപാടികൾ നടക്കാൻ പോവാണ്. യമുന എങ്ങനെയുണ്ട് വിന്നിയുടെ പ്രിപ്പറേഷനെ കുറിച്ച് 2 വാക്ക്? അടിപൊളിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. എന്താ ഉച്ചക്ക് പട്ടിണിയായിരുന്നു? ഇങ്ങോട്ട് വരുന്നോണ്ട് അവൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. ബർഗർ കഴിച്ചു എന്നാരോ പറഞ്ഞല്ലോ. അത് ഏട്ടനല്ലേ? ഏട്ടനല്ല കഴിച്ചേ. ഓക്കെ വേണ്ടടാ, ചായ നമുക്ക് കഴിച്ചിട്ട് വേണം നോക്കാം. ആണോ? ഇവ നല്ല കാപ്പി ഉണ്ടാക്കും. നല്ല കാപ്പി ഞാൻ കുടിച്ചിടുന്ന ഞാൻ പറഞ്ഞായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് അല്ലേ? ഞാൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കായിരുന്നു. രാവിലെ ഇവയ്ക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കി. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാപ്പി. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം ബ്രൂ ഉണ്ടായത്, ഇപ്പൊ നെസ്കഫേ. ഞാൻ ബ്രൂവാ. ബ്രൂ നല്ല മണല്ലേ? ഇവ എന്തെങ്കിലും പറയടി, ക്യാമറ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അതിനത്രേ ഉള്ളൂ. ഇനി കഴിച്ചിട്ട് കാണാം. ഇവന്റെ കോഫി അടിപൊളിയാണ്. പറഞ്ഞു ഇംഗ്ലീഷ് ഓർ അമേരിക്കൻ. ബൊഫേ അല്ല, ബൊഫേ. നിങ്ങൾ അത് പഠിക്കാൻ പോയിക്കായിരുന്ന? ബഫേ എന്നാണ് പറയാ. എന്താ സംഭവം? ബുഫേ ഫ്രഞ്ച്. ബുഫേ ഫ്രഞ്ച്. ബൊഫയോ? ബൊഫേ. ബഫലോടെ ബ. അത് നിങ്ങക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ബുഫേ. ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് നോക്കുമ്പോ എന്നെ കണ്ട് അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ പൊന്നു ഈസി ഉണ്ട്. പാത്തു നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. കുറച്ചേരം കൊച്ചിനെ നോക്കോ? ആ ഞാൻ നോക്കാം. വാട്ടമ്പലം കഴിക്കലാ. എനിക്ക് തരണ്ടാന്ന്. വാട്ടമ്പലം വേണ്ടേ? വീട്ടില് ഓരോരുത്തരും റേബൺ ഗ്ലാസ് ആയിരുന്നു. ഇതൊക്കെ മറന്നു വെച്ചതാണ് വീട്ടില്. ഇത് ഇവള് മറന്നു വെച്ചത്. ഇത് വിന്നിന്റെ ഇരിക്കും. മദാമന്റെ പാട്ടാണോ? ഹരിമുരളീരവ? ഞാൻ മറന്നു. ശരിക്കും മറന്നു. സത്യം അല്ല, ഇവന് ഞാൻ വെച്ചോണ്ടിരുന്നത്. അതല്ല, അത് വേറെ ഇക്കാടെ. യമുന ചപ്പാത്തി ഇങ്ങനെ കിള്ളി കിള്ളിയാണ് കഴിക്കുന്നത്. അല്ല എനിക്കല്ല. എങ്ങനെ കഴിക്കാറ് ചപ്പാത്തി? കിളിയാക്കി കഴിക്കുന്ന പറയുന്ന പോലെ എല്ലാരും വന്നിട്ട് ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണെന്ന് വെറുതെ ഒന്ന് നീ പറ, ഞാൻ എടുത്തരാം. അയച്ചേട്ടാ കണ്ടിട്ട് അതിനും ആദ്യം ഉണ്ടാവും ഹലോ ഗൈസ്. അല്ല, നമുക്ക് എല്ലാവർക്കും നല്ല എന്താ പറയേണ്ടത്, വൈബാണെന്ന്. അജിച്ചേട്ടൻ എന്താ വീഡിയോ ഇല്ലാത്ത? ഞാൻ ഇങ്ങോട്ട് തിരിച്ചാ വരും ഗൈസ്. അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും വന്നിട്ട് നമ്മുടെ ഫുഡ് അടി പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. ഭയങ്കര വൈബാണ്, ഭയങ്കര രസമാണ്. അതാണ് ഗൈസ്. വെറുതെ ക്യാമറ ഓഫ് പറഞ്ഞു. മേരി മാർക്കറ്റിലൂടെ പാൽക്കൊഞ്ചിന്റെ പാത്രം തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊഞ്ചിനെടുത്ത് ബൗളാക്കി. കൊഞ്ചാതെ പറ കൊഞ്ചേ. നീ വന്നതിലേക്കുള്ള ഏറ്റവും വലിയ ക്രിഞ്ച് ഇതായിരുന്നു. എങ്ങനെയുണ്ട് പാൽക്കൊഞ്ച്? അതെങ്ങനെ എത്ര എടുത്താലും തീരാത്ത ക്രിഞ്ച്. അതിന് മാത്രം ക്രിഞ്ചിനകത്തുണ്ട്. ഹോൾസെയിലാ. പറ എങ്ങനെയുണ്ട് പാൽക്കൊഞ്ച്? പാൽക്കൊഞ്ച് അടിപൊളി. ഞാൻ ചട്ടി പിടിച്ചു. ശരിക്കും അടിപൊളി. കഴിച്ചൊക്കെ ശരിക്കും അടിപൊളി. പിന്നെ അവിടെ നിന്ന് പുളകം കൊള്ളുന്നു. ആ കരാമ റെസ്റ്റോറന്റിലൊക്കെ പോയാലാ സാധാരണ ഇങ്ങനെ കാണാറ്. നോക്കിയേ, ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പായില്ലേ? കാറ്ററിംഗ് ചേച്ചിമാരെങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുള്ളൂ ഞാൻ. 1 മിനിറ്റിനകം 50 അപ്പം ചുട്ട് പിന്നെ ഗിന്നസ് റെക്കോർഡിൽ കയറിയിരിക്കുകയാണ്. മൊത്തം കാണും. എടാ മത്സരം ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിക്കുന്നയാൾക്ക് അവാർഡ് ഉണ്ട്. എന്നോട് ബ്രെഡ് ആദ്യം നിനക്ക് തരും. ഞങ്ങളൊക്കെ അപ്പം ചപ്പാത്തിയും കഴിക്കും. ഓ, അവിടെ ബ്രെഡ് ഉണ്ടല്ലേ? ഓ, സ്റ്റൂവിന് ബ്രെഡ്. നൈസ്. മണ്ടനെ പറ്റിച്ച്. അറിയില്ലേ? ഞാൻ ചാറുണ്ട കേട്ടോ, ഞാൻ എല്ലാരും പാൽക്കൊഞ്ച് ഞാനിങ്ങനെ ചെമ്മീൻ എന്താണ് പാൽക്കൊഞ്ച് അടിപൊളി, നൈസ്. കുറച്ച് ഉറക്കെ പറഞ്ഞ എല്ലാവർക്കും കേൾക്കാം. പാൽക്കൊഞ്ച് സോ ഗുഡ്.
അടിപൊളി. സന്തോഷം സന്തോഷം. നീ അടുക്കളയില് നൃത്തം കളിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അത്ര എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായില്ല. അത്ര ടേസ്റ്റ്. ഇവിടെ അഭിപ്രായം പോകുന്ന വേഗം നീ ഇട്ടത് കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. പിന്നെ ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? അത് മറ്റാളില്ലേ ഷെഫ് പിള്ളേ, ആളുടെ റെസിപ്പിയാണ്. അത് കോപ്പി അടിച്ചാ നമ്മള് ഞാൻ അതിന്റെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഷെഫ് പിള്ളേടെ ആണോ? കണ്ട യാരവാവ വരെ ഇരുന്ന് പാൽക്കൊഞ്ചി കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ കറക്റ്റ് ഒപ്പീനിയൻ വിടുന്നുണ്ട്. രാകേഷ് പാൽക്കൊഞ്ചി കഴിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റിലെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറയും. അന്നേരം ഇങ്ങനെ സങ്കടപ്പെടാം. പറഞ്ഞു ചത്ത കൊഞ്ചിനെ വേദനിപ്പിക്കാതെയാണ് അവൻ കഴിക്കുന്നത്. അത്രക്ക് പൊളൈറ്റ് ആയിട്ട്. പിന്നെ അടിപൊളിതാണ് കേട്ടോ. റെസ്റ്റോറന്റിൽ വരെ കിട്ടില്ല. രാകേഷേട്ടാ ഇത് റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ഒന്നല്ല, അവൾ അടിച്ചുണ്ടാക്കിയത്, അരച്ചലൊക്കെ അടിച്ച്. അതെ, ഇതിന്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ ഇതിന്റെ അകത്ത് 5 തേങ്ങയാണ് ഈ കിടക്കണത്. എന്ത് തേങ്ങ? 5 തേങ്ങ. അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടികളോട് നടന്നുകൊണ്ടിരിക്കുക. വിന്നിയുടെ ഗംഭീരമായ ഫുഡിനെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. സർഫെ 2 വാക്ക് വിന്നിയുടെ ഫുഡിനെ കുറിച്ച്. നന്ദി, വീണ്ടും വരിക. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പാത്ത് കൊടുന്ന് അടാ കൊളാക്കല്ലടാ. എന്റെ എനർജിയിൽ പറയണോ? എന്റെ ഇത്ര എനർജി ഉള്ള ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പാത്ത് കൊടുന്ന് ഞാൻ ഓൾറെഡി ഈ സൈഡിൽ നിന്നൊക്കെ കഴിച്ചേ, അത് കാരണം അങ്ങനെ പുഡിങ് കഴിച്ചോണ്ട് കമ്മു. ഞാൻ ഓൾറെഡി കഴിച്ചല്ലോ. ഇതിന്റെ പേരാണ് അറേബ്യൻ പുഡിംഗ്. സൗദി അറേബ്യയിൽ നിന്നും പാത്ത് പഠിച്ച ഒരു വിശിഷ്ട ഡിഷാണിത്. അല്ലെ പാത്തു? പാത്തു തലക്കെ കൈ കൊടുത്തിട്ടുണ്ട്. ഞാനല്ല പാത്തു. അല്ല പാത്തു പുഡിങ്ങിനെ കുറിച്ച് 2 വാക്ക്. പാത്തു എങ്ങനെയാ പുഡിങ് ഉണ്ടാക്കാൻ പഠിച്ചത്? ഏതോ ചാനലിലെ റെസിപ്പി അതൊന്ന് ചെമ്മീൻ പൊരിച്ചതിനാ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഏതോ ഇൻസ്റ്റഗ്രാം റീൽ എന്തോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഭയങ്കര ഈസി പുഡിങ് ആയത്. എന്താ പേര്? അറേബ്യൻ പുഡിങ്. Are you excited? Yes. Why? പുഡിങ്. ഓ പെട്ടെന്ന് ഇത്രയും പറഞ്ഞല്ലോ. റാപ്പിഡ് ഫയർ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ പുഡിങ് കഴിക്കാൻ പുഡിങ് കഴിച്ചു നോക്കാൻ പോണത് ആരാണ്? പൊന്നുമാണ് പുഡിങ് കഴിച്ച് ടേസ്റ്റ് പറയാൻ പോണത്. പൊന്നുതെ ആദ്യ സ്പൂൺ പുഡിങ് എടുത്ത് കഴിച്ചിരിക്കുകയാണ്. ഹൗ ഈസ് ഇറ്റ്? ഗുഡ്. ഓ തംസ് അപ്പ് കിട്ടിയിരിക്കുകയാണ്. എടാ സമീർക്ക്, അപ്പൊ ഇത്തവണ വന്നു കണ്ടു സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അല്ലെങ്കിൽ സംസാരിക്കാറില്ല നിങ്ങള്? 2 വാക്ക് ഇങ്ങോട്ട് വാക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇറങ്ങിയാണ്. പാത്തുവിനെ ഞാൻ ഇവരെ ഏൽപ്പിച്ചിട്ട് ഭദ്രമായിട്ട് ഇവിടെ കയ്യിലേൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങിയാണ്. നോക്കിക്കോണം കേട്ടോ. നന്നായി നോക്കൂ. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ വന്നത് മൊത്തത്തില് നമ്മളെല്ലാവർക്കും നല്ലൊരു വൈബും സോറി ഇപ്പൊ നല്ലൊരു വൈബ്. താഴെ വീണതാണ്, കുഴപ്പമില്ല, വീണില്ല. പേടിച്ചു, നമ്മുടെ സൗണ്ട് ഇട്ടിട്ട് പേടിച്ചു. നല്ല വൈബ് ഉണ്ടാക്കിയിട്ട് ഇവർ പോകുന്നത്. അപ്പൊ ആ വൈബ് നമ്മള് കുറച്ച് ദിവസം കൂടെ കൊണ്ടുനടക്കാനുള്ള ഒരു പ്ലാനിലുള്ളത്. കുറച്ച് ദിവസം പോരാ, സ്ഥിരമായിട്ട് നമ്മള് കൊണ്ടെടുക്കാനുള്ള പ്ലാനുള്ള. അപ്പൊ എത്രയും പെട്ടെന്ന് ഓടി തിരിച്ചു വരണം. നീ ഇടയ്ക്കിടെ കൊണ്ട് പറഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം ഇവ കൂടെ ഉള്ളത് കൊണ്ട് അജയ് ചേട്ടൻ എല്ലായിടത്തും വന്ന്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം അജയ് ചേട്ടൻ ദുബായിലേക്ക് വരും. നിങ്ങൾ എല്ലാരും പറയും അജയാണ് പോലും അജയാണ് വൈബ് എന്ന് പറയല്ലേ. ഇവയാണ് വന്നപ്പോ ഒന്ന് സെറ്റ് ആയത്. ഇവ വന്നത് കൊണ്ടാണ് ഇത്രയും വൈബായത്. ഇവയില്ലെങ്കിൽ ഇവൻ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകാണ് അല്ലേ? ഞാൻ വന്നേച്ച കണ്ടിട്ടേ ഇല്ല. അല്ലേ? ഇവ വന്നതുകൊണ്ടാ കണ്ടേ. മോൻ നിന്നെ കാണുന്നില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്നും ഇല്ല. അങ്ങനെ പറയല്ലേ? സത്യല്ലേ പറഞ്ഞേ? അപ്പൊ എന്തായാലും സന്തോഷിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഉഷാറാവട്ടെ കാര്യങ്ങൾ. ഞാൻ വ്ലോഗ് എടുത്തുമ്പോൾ മറ്റേ അപ്പൊ കരയല്ല അജയ് ചേട്ടൻ. ഇല്ല എല്ലാവർക്കും സെറ്റ്. ഇല്ല ഓക്കെ സെറ്റ്. അപ്പൊ എനിക്ക് കാണാന്ന് പറയണേ. സൗണ്ടിൽ ഇടറി. ഓക്കെ എന്ന് പറയാം. ഓക്കെ ഗൈസ്.
ഗൈസ് അപ്പോ മേരി മാർക്ക് പറഞ്ഞടാ. അപ്പൊ ഇവരും പോകാണ്. സമീൽക്ക് ആദ്യം പോയി, ഇപ്പൊ ഇവരും പോണു. പാത്തൂര് ഞങ്ങൾ ഇവിടെ നിർത്തി. സമീൽക്ക് പറഞ്ഞു എങ്ങനെയായിരുന്നു? എല്ലാം അടിപൊളിയായിരുന്നില്ലേ? നമ്മൾ അടിപൊളി ഇനി മിസ് ചെയ്യും അടുത്ത പ്രാവശ്യം. എന്താ പറയാ, ഇടയിലിടയില് ഇവിടെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. തീർച്ചയായിട്ടും. അഭിപ്രായം വന്നിട്ട് നമ്മളിങ്ങനെ തകർത്ത് എല്ലാരും കൂടി കുറെ അടിപൊളി ദിവസങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം സന്തോഷങ്ങൾ തന്നതിന് നന്ദി. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഉഷാറാക്കുന്നതായിരിക്കും. സമയം സമയം നോക്കുന്നല്ല, അവന്റെ പുതിയ സമയം ഇവിടെ 10:45. അപ്പൊ നാളെ ഓഫീസിലുണ്ട് നേരത്തെ പോകുന്നത്. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാ. ഇത് തന്നെയായിരിക്കും കമന്റ് ബോക്സിൽ മുഴുവൻ. അതെ വീഡിയോ വരും. നമ്മൾ എവിടെ കാണാം. അപ്പൊ എല്ലാം സെറ്റ് ഇടാം. ഹാപ്പി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു. തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. നാളെയാണ് നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും പരിപാടികൾക്കൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതിനു മുൻപ് നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഫ്രണ്ട്സും അവരുടെ വൈബും യാത്രയപ്പും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ ഞാൻ ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. കൺക്ലൂഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അവരെ വിളിക്കണം, അവരോട് വീഡിയോ ഭയങ്കര രസമുണ്ട്, നിങ്ങളെല്ലാരും കാണാൻ ഭയങ്കര രസമുണ്ട്, ആ വൈബ് കാണാൻ ഭയങ്കര രസം. എനിക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഈ വീഡിയോയില്. അപ്പൊ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവ ബാക്കിൽ നിന്ന് ദീർഘനിശ്വാസമൊക്കെ വിടണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇൻ UAE ആണത്, ഈ ഒരു ദുബായ് സീരീസിലത്തെ. യെസ്, അപ്പോ അതെ, അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളും പിന്നെ നാട്ടിലേക്കുള്ള യാത്രയൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. എന്തായാലും ഹാപ്പി. നല്ലൊരു 2 വർഷത്തിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്തൊക്കെ യാത്ര ചെയ്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു വലിയ തന്നെ ഒരു ബ്രേക്ക് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും. അതെ, നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും ഈ ഒരു യാത്ര, ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോന് ഒരു കമന്റ് വന്നിരുന്നു, ഇവയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. സീരിയസ്ലി അത് ഞാൻ പിന്നും ചെയ്താണ്. താങ്ക് യു കേട്ടോ കമന്റ് ഇട്ട് ബ്രോന്. അപ്പോൾ സത്യമാണ് അത്. ആക്ച്വലി ഐ തിങ്ക് ആ കമന്റ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ എന്ന്. അപ്പോൾ താങ്ക് യു ബ്രദർ. അപ്പൊ എന്തായാലും നല്ലൊരു ഓക്കെ, അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമ്മളിവിടെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനോടും താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് അവർ ലൈഫ്. യു ഗൈസ് ആർ സോ സ്പെഷ്യൽ. താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും പറയാനില്ല.